അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഏകദേശം 1.5 വർഷത്തോളം കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള പരിപൂർണമായ അടച്ചിടലിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി, ഒപ്പം ചില ആശങ്കയോടുകൂടിയാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മർക്കസ് വളരെ വലിയ ബൃഹത്തായ ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. അതിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് KG മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് എത്താൻ വരെയുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും മർക്കസിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റാണ് സ്കൂളുകൾ. മർക്കസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന MEMS ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനും കോവിഡിനോടൊപ്പം ജീവിക്കാനുള്ള പുതിയ ഒരു സാഹചര്യത്തെ കാര്യക്ഷമമായി അഡ്രസ് ചെയ്യാനും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രാധാന്യപൂർവം നമ്മൾ കണക്കിലെടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയം ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണോ കഴിഞ്ഞ 18 മാസമായി അടച്ചിരിക്കുന്നത്, ആ കാര്യം തന്നെയാണ്. അത് പൊതുജന ആരോഗ്യമാണ്. ആരോഗ്യ വിഷയത്തിൽ ആണ് നമുക്കിനി കൂടുതൽ ഇടപെടേണ്ടതും ബോധവൽക്കരണം നടത്തേണ്ടതും. കോവിഡ് അനന്തരം സ്കൂൾ തുറക്കുന്നു എന്ന രൂപത്തിലല്ല നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. കോവിഡ് അനന്തരം എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം എന്നാണ് അർത്ഥം. കോവിഡ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല കേന്ദ്രങ്ങളിലും, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിലാകമാനം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കോവിഡ് അനന്തരം എന്ന് ഉപയോഗിക്കാനായിട്ടില്ല. മറിച്ച് കോവിഡിനോടൊപ്പമുള്ള ഒരു സാഹചര്യമാണ്, ഒരു ജീവിതക്രമമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂ നോർമൽ എന്ന തരത്തിൽ ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ന്യൂ നോർമൽസിയിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പഠനാനുഭവങ്ങൾ നൽകാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളുമാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 1.5 വർഷമായിട്ട് 2020 മാർച്ചോടുകൂടി നമ്മുടെ സ്കൂൾ അടച്ചപ്പോൾ നമുക്ക് പുതിയൊരു സംവിധാനം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മുൻകൂട്ടി യാതൊരു വിവരങ്ങളും അറിവും നമുക്കുണ്ടായിരുന്നില്ല. മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി പുതിയൊരു ക്രമം, സമാന്തരമായിട്ടുള്ളൊരു സംവിധാനം രൂപപ്പെട്ടു വരികയായിരുന്നു. അതിനെയാണ് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു അധ്യാപകൻ്റെ, ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം, ഒരു അധ്യാപകൻ്റെ
അധ്യാപനം അത് ഏതെങ്കിലും ടെക്നോളജിക്കോ നിലവിലുള്ള ഏതെങ്കിലും മറ്റ് സംവിധാനങ്ങൾക്കോ പകരം വെക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു സാമൂഹിക പ്രശ്നങ്ങളായിട്ട് മാറുകയും അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അതിനെ പരിഹരിക്കാനുമുള്ള പരിമിതികൾ നമ്മുടെ സമൂഹവും കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. സ്കൂളിംഗ് ഈസ് പോസിബിൾ വിതൗട്ട് സ്കൂൾ. സ്കൂളിംഗ് ഈസ് പോസിബിൾ വിതൗട്ട് സ്കൂൾ. സ്കൂൾ എന്ന സംവിധാനമില്ലാതെ സ്കൂളിംഗ് എന്ന പ്രക്രിയ സാധ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാലമാണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷെ സ്കൂളിംഗ് എന്നുള്ളത് ലേണിംഗ് അല്ലെങ്കിൽ സ്റ്റഡിങ് എന്നുള്ളതിനപ്പുറത്തുള്ള വളരെ വിപുലമായ അർത്ഥധാരകളുള്ള ഒരു കാര്യമാണ് സ്കൂളിംഗ് എന്നുള്ളത്. ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുന്നത് വെറും അറിവുകളുടെ അല്ലെങ്കിൽ വിവരങ്ങളുടെ ശേഖരണത്തിന് വേണ്ടി മാത്രമോ പരീക്ഷ കൃത്യമായിട്ട് എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങി ചില ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള കഴിവ് ആർജിക്കാൻ വേണ്ടി മാത്രമോ അല്ല. മറിച്ച് ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുമ്പോൾ ഇതിനപ്പുറത്തുള്ള ഒരുപാട് കഴിവുകളും മറ്റൊരുപാട് തരത്തിലുള്ള നൈപുണ്യങ്ങളും അവൻ അറിഞ്ഞോ അറിയാതെയോ നേടിയെടുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമൂഹികമായിട്ടുള്ള അറിവുകളാണ്, സോഷ്യൽ സ്കിൽ. ഈ സാമൂഹിക നൈപുണികൾ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഒന്നിച്ച് പഠിക്കുമ്പോൾ, ഒരു ക്ലാസ്സിൽ കഴിയുമ്പോൾ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ, ലൈബ്രറിയിൽ പോകുമ്പോൾ, ബ്രേക്കിന് വേണ്ടിയിട്ട് ബാത്റൂം തുടങ്ങിയിട്ടുള്ള വാഷ്റൂമിലേക്കും മറ്റും പോകുമ്പോൾ, അങ്ങനെ തുടങ്ങി അസംബ്ലിയിൽ മറ്റു പരിപാടികളിൽ ആർട്സിൽ സ്പോർട്സിൽ ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്ന കഴിവുകൾ അത് വളരെ വലുതാണ്. ആ കഴിവുകളെ ഏതെങ്കിലും 1-2 വീഡിയോകളിലൂടെയോ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ സ്കൂളിംഗ് എന്നുള്ളത് അറിവുകൾ വിവരങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തുള്ള വിശാലമായ അർത്ഥത്തിലുള്ളൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് തടസ്സപ്പെട്ടത്. അതിലൂടെ എന്ത് സംഭവിച്ചു? നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസം, അതോടൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേടിയെടുക്കേണ്ടുന്ന പക്വത, ഇതൊക്കെ പലപ്പോഴായിട്ട് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ഒരു നടപടി ഇനി രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. സ്കൂൾ അതിനു വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ബയോ ബബിളുകളായി കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രം ഒരു ദിവസം സ്കൂളിലേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ പ്രോട്ടോക്കോളുകളുടെ കൃത്യമായ പരിപാലനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും സ്കൂൾ ഒരുക്കുന്നു. കുട്ടികളുമായിട്ട് ഇടപഴകുന്ന അധ്യാപകരടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന മറ്റൊരുപാട് സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങി വിദ്യാർത്ഥികളുടെ ആരോഗ്യവും അവരുടെ ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വളരെ കൃത്യമായ വളരെ കാര്യക്ഷമമായ ആസൂത്രണവും അതിൻ്റെ നടപ്പിൽ വരുത്തുന്നതിനുള്ള പദ്ധതികളുമാണ് ഇന്ന് സ്കൂളുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ, മർക്കസ് സ്കൂളിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, ക്ലാസ് മുറികളാവട്ടെ, ലാബ്, ലൈബ്രറി, നമ്മൾ പ്രതീക്ഷയോട് കാണുന്ന ATL ലാബ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ
പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുകയാണ്. അധ്യാപകർ സർവാത്മന പിന്തുണയുമായി വിദ്യാർത്ഥികളോടൊപ്പം എല്ലായ്പ്പോഴുമുണ്ട്. അവരുടെ വൈകാരികമോ മാനസികമോ ആയിട്ടുള്ള എന്തേത് പ്രശ്നങ്ങളെയും വളരെ ശാസ്ത്രീയമായും വളരെ മാനുഷികമായും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കളികൾ, അതുപോലെ തന്നെ ഉല്ലാസങ്ങൾ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ നടപ്പിലാക്കാൻ സ്കൂൾ സന്നദ്ധരാണ്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ വിദ്യാർത്ഥിക്കും ഉള്ള കഴിവുകളെ കൃത്യമായിട്ട് കണ്ടെത്തി ആ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഇതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അഥവാ ഇത്രകാലം ക്ലാസ് മുറി, പഠനമുറി, ഹോംവർക്ക് ചെയ്യുന്നത്, അസൈൻമെൻ്റ് അയക്കുന്നത്, പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നത്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മൊബൈൽ ഫോണിലൂടെ മാത്രം നടത്തിയിരുന്ന, ഗാഡ്ജറ്റിലൂടെ മാത്രം നടത്തിയിരുന്ന വിദ്യാർത്ഥികൾ അതിൽ കുറച്ചു പേരെങ്കിലും ഈ ഗാഡ്ജറ്റിന് അഡിക്റ്റഡായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരുമല്ല. ഈ കുറച്ചാളുകളെ ഈ ഒരു പുതിയ സ്റ്റേജിലേക്ക്, ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ, ഈ സ്കൂൾ എന്ന് പറയുന്ന പ്രക്രിയ, സ്കൂൾ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അവർ രാവിലെ വരും, ഉച്ചയ്ക്ക് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകും. പക്ഷേ മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ, അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളിൽ നിന്നോ മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നോ മാറി നിൽക്കാൻ പലപ്പോഴായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ചില വിദ്യാർത്ഥികളെങ്കിലും എത്താൻ സാധ്യതയുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളെ കൃത്യമായി കണ്ടെത്തുകയും ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ ആ വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസം നൽകുന്ന മറ്റു തരത്തിലുള്ള ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരുപാട് മേഖലകളെ നമ്മുടെ സ്കൂൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ മിക്ക സ്ഥാപനങ്ങളും അങ്കലാപ്പിലായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോഴും നമ്മുടെ അധ്യാപകർ രക്ഷിതാക്കളുടെ പിന്തുണയോടുകൂടി വളരെ കൃത്യമായി പീരീഡ് അനുസരിച്ച് ക്ലാസുകൾ ഷെഡ്യൂൾ ചെയ്ത് ലൈവ് ക്ലാസ് മുറികളെ ഓൺലൈനിലൂടെ സൃഷ്ടിക്കാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് മറ്റ് സ്ഥാപനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ വളരെ വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 1-ാം തീയതി നവംബറിൽ സ്കൂൾ ആരംഭിക്കുന്നത് ഒരിക്കലും ഒക്ടോബറിൽ സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ എവിടെയാണോ നിർത്തിയത് അവിടെ മുതലല്ല. മറിച്ച് ഇക്കഴിഞ്ഞ ജൂൺ മുതൽ 5 മാസത്തോളമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്നുകൂടി മാപ്പ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കരിക്കുലം മാപ്പിംഗ് നടത്തി അതിനെ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള വളരെ ശ്രമകരമായ ഒരു അക്കാഡമിക് പ്ലാനാണ് ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നടക്കാനിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠം തീരുക എന്നുള്ളതോ നിലവിലുള്ള ടെക്സ്റ്റ് ബുക്ക് തീർക്കുക എന്നുള്ളതോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതോ മാത്രം അല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. മറിച്ച് ഏറ്റവും ആവശ്യമായി നമ്മുടെ വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ടുന്ന കോണ്ടന്റുകളും കൺസെപ്റ്റുകളും അത് ഓൺലൈനിൻ്റെ പരിമിതിയിൽ എവിടെയെങ്കിലും ലഭിക്കാതെ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഇത് ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബയോബബിൾ സംവിധാനത്തിലൂടെ
നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ ഇപ്പോൾ നേരത്തേക്ക് ഓൺലൈൻ മാത്രമായിരുന്നു. ഇനി 1-ാം തീയതി മുതൽ നവംബർ മുതൽ ഓഫ്ലൈൻ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓഫ്ലൈനും ഓൺലൈനും രണ്ടും കൂടി ഉൾപ്പെടുന്ന ഒരു ബ്ലെൻഡഡ് മോഡ്, ഒരു ഹൈബ്രിഡ് വേർഷനാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധയോടും കുറച്ചുകൂടി ജാഗ്രതയോടും കൂടി രക്ഷിതാക്കൾ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മാത്രമല്ല, ഈ ഒരു മാസം കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാനിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെന്റിന് പോലും നിശ്ചയമില്ല. നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ഇനി വരാനിരിക്കുന്ന കുട്ടികളുടെ ആരോഗ്യസ്ഥിതി, സാമൂഹ്യമായിട്ട് ഇടപെടലുകൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഗവൺമെന്റ് പോലും തീരുമാനമെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 31 വരെയുള്ള ഒരു പ്ലാനിങ്ങിലേക്കല്ല നമ്മൾ പോകുന്നത്. മറിച്ച് ഓരോ മാസം, നവംബർ മാസത്തേക്കുള്ള പ്ലാനിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഡിസംബർ മാസത്തേക്കുള്ള പ്ലാനിംഗ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നവംബർ അവസാനത്തോടു കൂടി മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നമ്മുടെ സ്കൂൾ ഒരുക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന പ്രധാന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സ്കൂളിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.